ആ വണ്ടിയില്ലേ, ആ വണ്ടി ഒന്ന് ഒതുക്കിടും. പുഷ്പന്റെ വണ്ടി ഇങ്ങോട്ട് ഇറക്കടാ, നീ ആക്കിക്കോ. പറഞ്ഞാ ഇരുന്നാ മതി, ആ വഴിക്ക് ആരും വരില്ല. അധികം ഞാൻ മാത്രമേ വരല്ലോ. കടന്നു പോകാൻ പറ്റില്ലേ? പോയാൽ തന്നെ ഒരു വിശ്വാസമാണ്, ഒരു ചെറിയൊരു പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ ഇന്ന് കണ്ടിട്ടുള്ള വേദനകൾ, ഇന്ന് കണ്ടിട്ടുള്ള സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേക്കും എന്തുണ്ടാവുന്ന സുഖമായിട്ട് ഉറങ്ങാം. ഏറ്റവും എളുപ്പമാണ് കൈ കട്ടിൽ വേണമെങ്കിൽ വീട്ടിലായാലും ഉറക്കം പോകണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇതുപോലത്തെ കുറച്ചും കൂടെ എക്സ്ട്രീം സ്റ്റേജിലാണ് വാഗമണ്ണിലെ ഒരു പിതാവുണ്ട് നമുക്കിപ്പോ
പിതാവ് അല്ലെങ്കിൽ താഴ്പിതാവ് എന്നൊക്കെ പറയുന്ന പോലെ പിതാവായിരിക്കുന്ന സമയത്ത് പിതാവ് ആ ജീവിതം ഉപേക്ഷിച്ചിട്ട് ഇതുപോലത്തെ ഒരു കാട്ടിൽ ഇതിനേക്കാൾ വലിയ കാട്ടിലാകുന്ന പോയിണ്ടെങ്കിൽ അറിയാം അവിടെ നല്ലതണി എന്ന് പറയുന്ന സ്ഥലത്ത് ആ പിതാവ് തന്നെ ഒരു വീട് പോലെയുള്ള പ്രകൃതന്മാരൊക്കെ നമുക്ക് ഐഡിയ ഒക്കെ പിന്തുടർന്നത് നല്ലതാണ്. എല്ലാവർക്കും കൂടി കിടക്കാൻ പറ്റും. അറേഞ്ച് ചെയ്യാം, അവിടെ ചെയ്യാം. ചേച്ചി കയ്യിൽ പിടിക്കും, ഞാൻ ഇതൊന്നും കഴിഞ്ഞാൽ മേടിക്കാം. അതിദാരുണമാ അപ്പൊ താങ്ക് യു. ഇനി അമ്മമാരെ നമ്മളിനി ഇപ്പൊ കാണില്ല, നിങ്ങൾ പതുക്കെ സമയം എടുത്തിട്ട് നിങ്ങൾക്ക് എപ്പോഴാണെങ്കിൽ വീട്ടിൽ പോവാം. 2-3 വഴികളുണ്ട്, വഴി തെറ്റിയവർക്ക് വഴി തെറ്റിക്കാതെ കേക്ക് മുറിക്കരുത്. അവിടെ കേക്ക്
കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. എഴുന്നേൽപ്പിൻ ഫലമായി ഈശോയുടെ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിനെ സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിനെ അങ്ങയുടെ നാമം പൂജിതമാവണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലും ഉണ്ടാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മുടെ മക്കളോട് ചേർന്ന് വരാനായിട്ട് ഭാഗ്യം ലഭിച്ചു. കൂടെ നമ്മളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെറുപുലിയുടെ ഇപ്പോൾ പുതുക്കാട് വഴിയിൽ വരുന്നുണ്ട്. അതുപോലെ കൊണ്ടുപോകാൻ അത് ഭക്ഷണം ഒരിക്കലും വരുന്നത് ഞങ്ങൾക്ക് സുഭിക്ഷങ്ങൾ അങ്ങനെ ഒരിക്കലും നൽകി ഒരു തരത്തിലെ അവസരത്തിലേക്ക് വരുന്നുണ്ട്. ഒത്തിരി ഇടവുകളെയും കുടുംബങ്ങളെയും ഞങ്ങൾ വിളിച്ചു പങ്കിടാനായിട്ട് നിങ്ങൾക്ക് എത്തുന്നതാണ് ഞങ്ങളുടെ വലിയൊരു ഈ യാത്രയ്ക്ക് കൂടുതൽ ഞങ്ങൾ നാഗാലാൻഡിലേക്ക് പോയി ഞങ്ങൾ ഉണ്ടായിരിക്കും. പിന്നീട് വന്നിട്ടുണ്ടാവും. വന്നിട്ടിപ്പോൾ ഒരു 10 ദിവസത്തിനുള്ളിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അറിയാം. അവിടെ വന്നതിൻ്റെ വലിയ കൊറോണ വരാതിരിക്കാൻ അനുഗ്രഹിക്കുന്ന ആരുടെ കുടുംബവും അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിന് വലിയ അടുത്തക 3.5 വർഷത്തോളമായിട്ട് ഇവിടെ 1-ാം സ്ഥാനം പിതാക്കന്മാർ വൈദികർ സമർപ്പിതര് വൈദിക വിദ്യാർത്ഥികൾ സമർപ്പിത വിദ്യാർത്ഥികൾ 2 വർഷവും പഠനമെടുത്തപ്പോൾ ഇവർ ചെയ്ത പ്രവർത്തികളെ ഇവർ ചെയ്യുന്ന പ്രവർത്തനം അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇവരുടെ വരുമാനം വലിയ കാര്യമാണ്. അല്ലാതെ ഇതെങ്ങനെ നടക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വളരെ ബുദ്ധിമുട്ടില്ലേ. ഞങ്ങൾ 2 വാക്ക് പറയാൻ പറഞ്ഞാൽ എനിക്ക് ഇത്രയും പറയാൻ പറ്റുള്ളൂ. കരുണ ഈ പേരെടുക്കാനല്ലാതെ ചെയ്യാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൂളിലത്തെ സിസ്റ്റർമാരെ വേണ്ടിയ ഒത്തിച്ച വേണ്ടി നന്നായി 3 ഈ മുടികളെ ഞാൻ താടി വരുന്നു. ഈ ചേട്ടന്മാർ പറയാൻ പിന്നെ ബിജു ഇങ്ങനെ മുമ്പത്തെ കപ്പയിൽ ഇതിനോടനുബന്ധിച്ച് വലിയ സജീവമായിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം लिखा हुआ है हर इन आदमी के पीछे एक औरत का हाथ रहता है. From all the development or whatever happens in the family, in the mother or the woman or the girl, child is a. So आज मैं पुनर्जीवन आश्रम हमारे ब्रदर माथ्यूस की ओर से और हमारे समुदाय की ओर से सभी महिलाओं को वीमेंस को आप वेरी वेरी हैप्पी वीमेंस डे कहता है. We wish you a very very happy International Women's Day. आज हमको पता है कि महिलाओं के ऊपर कितना निर्मल स्तुति blessing all the women
ones of the world, especially all those who are here present. All the ones must be blessed, cherished, and be happy. The Lord be with you and with your spirit. हमारे प्रभु यीशु मसीह की कृपा, ईश्वर का प्रेम तथा पवित्र आत्मा की साझेदारी आप सबके साथ हो। एपोडो लेनेक्यूम। हे हमारे पिता जो स्वर्ग में है, तेरा नाम पवित्र माना जाए, तेरा राज्य आए, तेरी इच्छा जैसे स्वर्ग में है वैसे पृथ्वी पर भी हो। മാതൃദിനായി കൂടിയാൻ പറ്റില്ലേ? വനിതാ ദിനം, മാതൃദിനം, വനിതാ ദിനായി കർത്താവോട് കൊണ്ടുവന്നിരിക്കുന്നറിയാം. നിങ്ങളിന്നൊരു വാക്ക് കേൾക്കണം. എല്ലാവർക്കും നമസ്കാരം. ഇന്നിങ്ങനെ ഒരു റൈഡ് മക്കളുടെ കൂടെ വന്നത് അമ്മമാർക്ക് വലിയൊരു സന്തോഷമായിരുന്നു. ബ്രദറെ, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഈ സ്ഥാപനം വഴിയറിയില്ലായിരുന്നു. പക്ഷെ ഇതൊക്കെ ആർക്കും വഴിയറിയില്ല. ഞങ്ങളെല്ലാവരും പലവട്ടം വഴി തെറ്റിയിട്ടാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്താൻ പറ്റിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളവിടെ സ്വീകരിച്ചതിന്, ഞങ്ങൾക്ക് ഇന്ന് ഇവരുടെ കൂടെ ഒപ്പം ആയിരിക്കാൻ സാധിച്ചതിന് എല്ലാത്തിനും ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ബ്രദറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങളുടെ വനിതാ ദിനം ഇവിടെ ആഘോഷിക്കാൻ പറ്റിയതിന് നന്ദി പറയുന്നു. ഇവിടുത്തെ അന്തേവാസികളോട് എല്ലാവരോടും ഞങ്ങൾക്ക് സാധിച്ചതിന് നന്ദി. ഞാൻ ഇതിൽപ്പെട്ടുള്ളത് തന്നെയാണ്. ഇവിടെ വന്നപ്പോഴത്തെ ഒരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എത്ര നല്ല ദൈവം തന്നു കഴിഞ്ഞാല് നമുക്ക് പോരാന്നുള്ളത്. ഈ ബ്രദറിയൊക്കെ കാണുമ്പോൾ നമ്മുടെ എല്ലാ മൈൻഡുകളും പോസിറ്റീവായി. ഇപ്പോഴും അതേ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെയൊക്കെ എന്താ പറയുക, ഒരു പ്രത്യേക എനർജിയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നപ്പോൾ. അത് നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ദിവസം ഈ ലോക വനിതാ ദിനം ഇങ്ങനെ ഒരു ഇടം കണ്ടെത്തിയതിന് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മാതൃവേദി അംഗങ്ങളെ ഏറ്റവും അഭിനന്ദിക്കുന്നു. കാരണം അത് പറയാതെ പറ്റില്ല. നമ്മള് പല പല ആഘോഷങ്ങൾക്കും പല പല ആഡംബര മേഖലകളിലും നമ്മൾ പോകാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തതിൽ ഏറ്റവും അവരെ അഭിനന്ദിക്കുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്ന എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ വികാരി എല്ലാ